ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് നമ്മളിവിടെ ക്ലിഫ് പയ്യമ്പലം വാക്ക് വേ. അപ്പോൾ നമ്മളിവിടെ സ്റ്റേ ചെയ്തതിൻ്റെ തൊട്ട് ബാക്കിൽ കാണുന്ന സീ ആണിത്, കടലാണിത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്നേ നമ്മുടെ ഇന്നത്തെ ദിവസം, ഇത് ഡേ 2 ആണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ഇന്നത്തെ ദിവസം നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഞങ്ങൾ രാവിലെ ഇവിടെ വന്നിട്ട് നല്ല രസം, നല്ല കാറ്റൊക്കെ, നല്ല റിലാക്സ് ചെയ്ത് നമുക്കിവിടെ കുറച്ച് നേരം ഇരിക്കാനുള്ള സ്പേസൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് റിലാക്സ് ചെയ്ത് ഈ കടലിൻ്റെ വ്യൂ ഒക്കെ ഇങ്ങനെ നോക്കിയിരിക്കുവാണ്. സോ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുവേ. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാസർഗോഡാണ് പോകുന്നത്. സോ ഇപ്പം നമ്മൾ ഇവിടെയാണ് ഉള്ളത്. ഇവിടെ നിന്ന് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുക. സോ രാവിലെ തന്നെ ഞാൻ എൻ്റെ ഇൻട്രോ ഇവിടുന്ന് ഇത്രയും അടിപൊളി ഒരു വ്യൂവിൽ ഞാൻ എൻ്റെ ഇൻട്രോ എടുക്കുകയാണ്. ഓക്കെ, സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ടു വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ ദിവസത്തെ കാഴ്ചകളും നമ്മൾ പോകുന്ന സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം. സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ് അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് അവർ ചാനൽ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. എന്താ അതിൽ ഫോട്ടോ എടുത്തോ? വാവ്, സൂപ്പർ. നിച്ചുവിൻ്റെ ഫോട്ടോ എടുത്തതാണ്. അടിപൊളി. ഓക്കെ, ഗുഡ്. എന്നാ സൂപ്പറായിട്ടുണ്ട്. നമ്മളിവിടെ ഇങ്ങനെ ഇരുന്നിട്ട് എന്ത് റിലാക്സേഷനാണെന്നറിയോ? എന്താ ദൂരെ നോക്കിയേ, അവിടെ ഈ ഫിഷിങ് നടക്കുന്നുണ്ട്. ബോട്ടുകൾ, പിന്നെ നമ്മുടെ തോണി, അങ്ങനെയൊക്കെ അങ്ങനെ സ്ട്രെയിറ്റ് നോക്കിയാൽ കാണാൻ പറ്റും. നിച്ചു അവിടെ നിന്ന് ഇറങ്ങിക്കേ, കണ്ടോ? അങ്ങ് ദൂരെ കണ്ടില്ലേ? എന്തോരുവാന്നറിയോ? എന്ത് രസമാണ് ഇവിടെ വന്ന് ഇങ്ങനെ രാവിലെ ഇരുന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് റിലാക്സ് ചെയ്യാൻ. എന്ത് അടിപൊളി സ്പേസാണെന്നറിയോ? അവിടെയൊക്കെ ബിൽഡിങ്സ് ഇവിടെ കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ആക്ച്വലി കാണുന്ന ബിൽഡിംഗ് ആണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതിലെ സൈഡിലൂടെ ഇങ്ങനെ നടക്കുകയൊക്കെ ചെയ്യാം. വേണമെങ്കിൽ കടൽ കണ്ട് കാഴ്ച കണ്ട് ഇവിടെ ഇരിക്കാം. നല്ല റിലാക്സേഷനാണ്. അപ്പോൾ ഈ വെയിലൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഉണ്ട്. ഇന്നലെ വൈകിട്ട് നമ്മളിതിൽ വന്നേ. അപ്പോൾ സൺസെറ്റിൻ്റെ ഒക്കെ ഒരു ടൈമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് പെട്ടെന്ന് നമ്മൾ പിന്നെ പുറത്തോട്ട് പോയി. ഫുഡ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. വേണമെങ്കിൽ പുറത്തുനിന്നും കഴിക്കാം, ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്നും ഫുഡുണ്ട്. അപ്പോൾ രാവിലെ ഞങ്ങൾ ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. സോ ഇപ്പോൾ നമുക്കിതാ കഴിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ വന്ന് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് കാഴ്ചയൊക്കെ കാണാൻ എന്ത് രസമാണെന്ന് അറിയാം. അടിപൊളി. ശരിക്കും നമ്മുടെ ഇങ്ങനെ കാണാൻ നമ്മുടെ കേരളം എത്ര ബ്യൂട്ടിഫുൾ ആണ്, എത്ര നല്ല അടിപൊളി പ്ലേസാണ്. നമുക്ക് എന്തൊക്കെ കാഴ്ചകൾ കാണാം. നമുക്ക് കുറേ നേരം റിലാക്സ് ചെയ്യാം. ഈ രാവിലെ വെയിലൊക്കെ വരുന്നതിന് മുന്നേ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, ആ ഒരു കാറ്റും ഒക്കെ ആയിട്ട് നല്ലൊരു ഫീൽ ഗുഡ് ആൻഡ് നല്ല വൈബാണ്. പറഞ്ഞ ബീച്ചിൻ്റെ സൈഡിലൊക്കെ പോകുമ്പോഴേ അതിലിങ്ങനെ നടക്കാൻ നമ്മൾ കുറച്ച് ഹറിബറി ഇങ്ങനെ നടക്കരുത്. ഇവിടെ നമുക്ക് റിലാക്സ് ചെയ്തിരുന്ന് കാഴ്ച കാണാം. ഒരു സ്പോട്ട് കണ്ണൂർ നഗരത്തിൽ നിന്ന് 2 കിലോമീറ്റർ അകലെയായിട്ടാണ് ഉള്ളത്. ഇത് കണ്ണൂർ തീരത്തിന് സമാന്തരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു നടപ്പാതയാണ്. നല്ല രീതിയിലാണ് കേട്ടോ ഇവിടെ പരിപാലിക്കുന്നതും. രാവിലെ തന്നെ ഞങ്ങൾ വന്നിരുന്ന സമയത്ത് കുറച്ച് ചേച്ചിമാർ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നേ. ചില ആളുകൾ മോർണിംഗ് വാക്കിങ്ങിന് വേണ്ടിയിട്ടും ഈ ഒരു സ്പേസ് ചൂസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇവിടെ കുറച്ച് സമയം ഇരുന്ന് ഇങ്ങനെ ഈ ഒരു വ്യൂ ഒക്കെ കണ്ട് റിലാക്സ് ചെയ്യാനും അടിപൊളി ഒരു സ്പോട്ടാണ്. ഇവിടെ എൻട്രി ഫീ വരുന്നത് 20 rupees പെർ ഹെഡാണ്. കുട്ടികൾക്ക് എൻട്രി ഫീ ഇല്ല. കൂടാതെ കുട്ടികളെ രസിപ്പിക്കാനായിട്ടുള്ള ഒരു ചെറിയ പാർക്കും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് സൺസെറ്റ് കാണാന്നുള്ളതാട്ടോ. കഴിഞ്ഞ ദിവസം ഈവനിങ് ടൈമിൽ നമ്മൾ കുറച്ച് ടൈം ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. നമ്മൾ കണ്ണൂർ ജില്ലയിൽ വരുവാണെങ്കിൽ ഇവിടെ വന്നൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. ഇനി ഞങ്ങൾ റൂമിലോട്ട് തിരിച്ചു പോവാണ്. നമ്മൾ സ്റ്റേ ചെയ്തത് ഇതായിരുന്നു. നമ്മൾ സ്റ്റേ ചെയ്ത റൂം ഇതാ. ഇവിടുന്ന് പോവാണ്. ഇവിടെ നോക്കിനിച്ചു അത് താഴെ കൂടെ ആക്കാതെ പോ. ആയിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തത്. ആ സൈഡിലോട്ട് വന്നാ അത് ബോട്ടിലടിക്കല്ലേ. നമ്മളിതാ ഇവിടുന്ന് തിരിച്ചു പോവാണ്. ഇങ്ങോട്ട് തിരിച്ചു. ഓക്കെ, ഞങ്ങളിതാ ഇവിടുന്ന് നമ്മളിനി തിരിച്ചു പോവാണ്. നമ്മളിവിടെ സ്റ്റേഷനിൽ എത്തി കേട്ടോ. എൻട്രി ഫീ 150 rupees ആണ്.
നിച്ചു നിച്ച് ഇവിടെ ചെയ്തിട്ട് അകത്ത് പോകുമ്പോൾ നിരാശപ്പെടും. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ ഓക്കെ. തൊഴിക്കുന്നു, കിക്ക് ചെയ്യുന്ന ഹോഴ്സ്. നമ്മളിപ്പോൾ ഉള്ളത് പെറ്റ് സ്റ്റേഷനിലാണ്. ഗോ ദിസ് വേ എന്ന് എഴുതി വെച്ചേക്കുന്നുണ്ടോ? വെൽക്കം ടു പെറ്റ് സ്റ്റേഷൻ മാട്ടൂൾ. കണ്ണൂർ ജില്ലയിലെ മാട്ടൂൾ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള പെറ്റ് സ്റ്റേഷനിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇത് മാട്ടൂൾ ബീച്ചിന് തൊട്ടടുത്തായിട്ടാണ്, ഓപ്പോസിറ്റായിട്ടാണ് ഈ ഒരു പെറ്റ് സ്റ്റേഷൻ കാണുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഈ പെറ്റ്സിനോടുള്ള ഒരു സ്നേഹം കാരണമാണ് നമുക്ക് ഇങ്ങനെ ഒരു പെറ്റ് സ്റ്റേഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നത്. കുഞ്ഞു കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പെറ്റ്സിൻ്റെ ഒരു കളക്ഷൻ തന്നെ ഇവിടെയുണ്ട്. ഇത് ബംഗാൾ കാറ്റാണ്. അതുപോലെ വിവിധ രാജ്യങ്ങളിൽ കാണപ്പെടുന്ന നമുക്കിവിടെ കാണാൻ സാധിക്കാത്ത എന്നാൽ മറ്റ് രാജ്യങ്ങളിൽ കാണപ്പെടുന്ന വിവിധ ഇനത്തിലുള്ള പക്ഷികൾ, അതേപോലെ ഫിഷ് ആയിക്കോട്ടെ, ഡോഗ്സ് ആയിക്കോട്ടെ, അങ്ങനെ പല കാറ്റഗറിയിലുള്ള പെറ്റ്സ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ കേരളത്തിൽ തന്നെ കാണാൻ പറ്റുന്ന അപൂർവമായിട്ടുള്ളൊരു കാഴ്ചയാണ് കണ്ണൂർ മാട്ടൂൾ സെൻട്രൽ ബീച്ചിലെ പെറ്റ് സ്റ്റേഷൻ. അരുമ പക്ഷികൾക്കും മൃഗങ്ങൾക്കും മുരുക്കങ്ങൾക്കും മത്സ്യങ്ങൾക്കും എല്ലാമായി അരുമപ്രേമിയായ ഒരു യുവാവ് സൃഷ്ടിച്ച അപൂർവ ദൃശ്യാനുഭവമാണിത്. സാബീർ എന്ന യുവാവാണ് കേട്ടോ സ്വന്തം അരുമലോകം കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാമായി തുറന്നു കൊടുത്തിരിക്കുന്നത്. ഇതാണ് അപൂർവമായി കാണപ്പെടുന്ന കുള്ളൻ കഴുത. ഇതിന്റെ പൂർണ്ണ വളർച്ചയാണിത്. ഇനി അടുത്തതായി കാണാൻ പോകുന്നത് പൂങ്കണ്ണൂർ കുള്ളൻ പശു. ഏറ്റവും വൃത്തിയും ഉയർന്ന വിലനിലവാരവുമുള്ള ഇവയുടെ ഉത്ഭവം ആന്ധ്രാപ്രദേശിലെ പൂങ്കണ്ണൂറാണ്. ഈ ഒട്ടകപ്പക്ഷിയുടെ പെറ്റ് നെയിം ഉമ്മു കുൽസോ. ഒറിജിൻ ആഫ്രിക്കയാണ്. ലൈഫ് സ്പാൻ 30 to 40 years ആണ്. ഇതുപോലെ ഇവിടെ കാണുന്ന ഓരോ പെറ്റ്സിനും പലതരത്തിലുള്ള സവിശേഷതകളുണ്ട്. ഇവയ്ക്കെല്ലാം ഓരോ പെറ്റ് നെയിംസും ഉണ്ട്. ഇനി കാണാൻ പോകുന്നത് ജേക്കബ് ഷീപ്പാണ് കേട്ടോ. വെറൈറ്റി ടൈപ്സുള്ള ഗോൾഡൻ ഷീപ്സ് ഇവിടെയുണ്ട്. ഇതിൻ്റെ ലൈഫ് സ്പാൻ 10 to 15 years ആണ്. ഇനിയും ഒത്തിരി കാഴ്ചകൾ ഇവിടെ നടന്നു കാണാനായിട്ടുണ്ട്. നമുക്ക് കുറേ എണ്ണത്തിന്റെ പേരറിയാം. അമേരിക്കൻ ബുള്ളി. ഇത് ഷിറ്റ്സു. ഇവൻ്റെ പെറ്റ് നെയിം ടാൻസൺ എന്നാണ്. നല്ല ക്യൂട്ടല്ലേ കാണാൻ. നിച്ചുൻ്റെ ഫേവറേറ്റ് ഡോഗാണ്. അതുകൊണ്ട് ആൾ ഇവിടെ തന്നെയായിരുന്നു. കുറച്ച് കയ്യിലെടുക്ക. കുറച്ചുകൂടി താഴോട്ട്. ഇതാണ് ഇഗ്വാന. ഇനി കാണാൻ പോകുന്നത് പല രാജ്യങ്ങളിലായി കാണപ്പെടുന്ന വെറൈറ്റി ടൈപ്സിലുള്ള ബേർഡ്സിനെയാണ്.
അച്ഛൻ അമ്മയുടെ അടുത്ത് പോകും. Wow! It's catfish. It's snake turtle. ഇത് turtle. ഇത് മറ്റേ അതാ. കുരൽ മങ്കീസ് അല്ലെങ്കിൽ അണ്ണാൻ കുരങ്ങുകൾ ഇവ ചെറിയ ശരീരവും എന്നാൽ വലിയ തലച്ചോറുമുള്ള വിഭാഗത്തിൽപ്പെടുന്നു. മരച്ചില്ലകളിലൂടെ അതിവേഗത്തിൽ ഓടാനും ചാടാനും ഒക്കെ ഇവയ്ക്ക് കഴിവുണ്ട്. പെറ്റ് സ്റ്റേഷനിലൂടെ നടന്ന് നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് നേരെ എത്തുന്നത് ഈ ഒരു ഷോപ്പിലോട്ടാണ് കേട്ടോ. കിഡ്സിനെ ആകർഷിക്കാൻ പറ്റുന്ന പലതരത്തിലുള്ള ഐറ്റംസ് ഇവിടെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞ് എന്തെങ്കിലും ഒന്ന് വാങ്ങാതെ പുറത്ത് പോകാനും സാധിക്കില്ല. പക്ഷെ വേണ്ടതെല്ലാം എടുത്തു കേട്ടോ. ഞങ്ങൾ പുറത്ത് വന്നപ്പോൾ അവിടെ പെറ്റ് സ്റ്റേഷന് മുന്നിലായിട്ടൊരു ഫോട്ടോ എടുത്തു. ഇനി ഞാൻ പറഞ്ഞ മാട്ടൂൾ ബീച്ച് ഇതാണ് കേട്ടോ. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു പെറ്റ് സ്റ്റേഷൻ കാണുന്നത്. ഞങ്ങൾ അടുത്ത സ്പോട്ടിലോട്ട് പോവാണ്. ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. താങ്ക് യു. ബൈ.